ജനറൽ എൻ.എസ്. രാജസുബ്രഹ്മണി ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഥവാ CDS ആയി ചുമതലയേറ്റു. അഭിലാഷമായ മിലിറ്ററി തിയേറ്ററൈസേഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനും 3 സേനകൾക്കിടയിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രാഥമിക ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഉന്നത സൈനിക കമാൻഡറായി കാലാവധി പൂർത്തിയാക്കിയ ശേഷം ശനിയാഴ്ച സ്ഥാനം രാജിവെച്ച ജനറൽ അനിൽ ചൌഹാന്റെ പകരക്കാരനായിട്ടാണ് ജനറൽ എൻ.എസ്. രാജസുബ്രഹ്മണിയെ നിയമിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മുന്നിൽ 3 സേനകളും തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നതിലായിരിക്കും പ്രധാനമായും ഉള്ള ഒരു ലക്ഷ്യം. ജനറൽ സുബ്രഹ്മണ്യം ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ് സൈനിക ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 31-നാണ് അദ്ദേഹം വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സ്ഥാനത്ത് നിന്നും വിരമിച്ചത്. അതേസമയം തന്നെ CDS സ്ഥാനം ഏറ്റെടുത്ത ഉടൻ തന്നെ തന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ സായുധ സേനയുടെ പരിവർത്തനവും 3 സേനകൾക്കിടയിലും ഏകോപനവും സംയോജനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള സംഘടനാ പരിഷ്കാരങ്ങളുമാണെന്ന് ജനറൽ സുബ്രഹ്മണ്യം പറഞ്ഞു. മറ്റൊന്ന്, തദ്ദേശീയ ആയുധങ്ങൾക്കായിരിക്കും പ്രാധാന്യം നൽകുക. നമ്മുടെ സായുധ സേനയിൽ തദ്ദേശീയ ആയുധ സംവിധാനങ്ങളുടെ വികസനം, ഉൾപ്പെടുത്തൽ, സംയോജനം ഇത് കൂടുതൽ വേഗത്തിലാക്കും. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ സായുധ സേന സ്ഥിരമായ പ്രൊഫഷണലിസവും നിർണായകതയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പരമാധികാരം നിലനിർത്തുന്നതിനും അതിന്റെ പ്രാദേശിക സമഗ്രത സംരക്ഷിക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും CDS ജനറൽ സുബ്രഹ്മണ്യം പറഞ്ഞു. രാജ്യത്തെ സമർപ്പണത്തോടെയും ധൈര്യത്തോടെയും സേവിക്കും. സായുധ സേനകൾ സമർപ്പണത്തോടെയും ധൈര്യത്തോടെയും ബഹുമാനത്തോടെയും പ്രൊഫഷണലിസത്തോടെയും രാജ്യത്തെ സേവിക്കുന്നത് തുടരുമെന്ന് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉറപ്പു നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നുവെന്ന് ജനറൽ സുബ്രഹ്മണ്യം പറഞ്ഞു. 40 വർഷത്തിലേറെ നീണ്ട കരിയറാണ്. ഈ കരിയറിൽ ജനറൽ സുബ്രഹ്മണ്യം വൈവിധ്യമാർന്ന സംഘർഷങ്ങളിലും ഭൂപ്രദേശങ്ങളിലുമൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ വൈവിധ്യമാർന്ന കമാൻഡ്, സ്റ്റാഫ്, പരിശീലന നിയമനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2024 ജൂലൈ 1 മുതൽ 2025 ജൂലൈ 31 വരെ ആർമി സ്റ്റാഫ് വൈസ് ചീഫായും 2023 മാർച്ച് മുതൽ 2024 ജൂൺ വരെ സെൻട്രൽ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജനറൽ ബിപിൻ റാവത്ത്, ജനറൽ അനിൽ ചൌഹാൻ എന്നിവർക്ക് ശേഷം ഈ പദവിയിലെത്തുന്ന 3ാമത്തെ കരസേനാ ഉദ്യോഗസ്ഥനാണ് ജനറൽ രാജസുബ്രഹ്മണി. ഖട്വാസ്ലയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നും ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും പരിശീലനം നേടിയ അദ്ദേഹം 1985 ഡിസംബർ 14-നാണ് ഗർവാൾ റൈഫിൾസിന്റെ 8ാം ബറ്റാലിയനിൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത്. കരസേനയിലെ മറ്റു സേനാ വിഭാഗങ്ങളിലെയും വിഭവങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന തിയേറ്ററൈസേഷൻ പദ്ധതി വേഗത്തിലാക്കുക എന്നതാകും അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ആധുനികവും കാര്യക്ഷമവുമാക്കാനുള്ള നീക്കങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.